എൻ്റെ പ്രിയരെ, എൻ്റെ പേര് തോമസ് മാത്യു, LICയുടെ ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ വന്നിരിക്കുന്നത് LICയുടെ ഏറ്റവും ബെറ്റർ പോളിസിയായ ജീവൻ ലക്ഷ്യ എന്ന പ്ലാനിനെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്നിരിക്കുന്നത്. ജീവൻ ലക്ഷ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മക്കളെ ജീവിതത്തിൽ ലക്ഷ്യത്തിൽ എത്തിക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ പോളിസി ആണ് ജീവൻ ലക്ഷ്യ എന്ന് പറഞ്ഞ പ്ലാൻ. അപ്പൊ ഇതിനകത്ത് ഇൻഷുറൻസ് എടുത്തേക്കുന്ന ആൾക്ക് എന്തെങ്കിലും അബദ്ധവശാൽ പറ്റിപ്പോയി കഴിഞ്ഞാൽ എല്ലാ വർഷവും അവകാശിക്കും മക്കൾക്ക് എല്ലാ വർഷവും LIC പൈസ കൊടുക്കുകയാണ് ജീവൻ ലക്ഷ്യ എന്ന പ്ലാനിൽ LIC ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ മിനിമം ടേം 18 വയസ്സ് പൂർത്തീകരിച്ച ആൾക്ക് മാത്രമേ ഈ ജീവൻ ലക്ഷ്യ എന്ന പറഞ്ഞ പ്ലാനിൽ ചേരാൻ പറ്റുള്ളൂ. 18 മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് ജീവൻ ലക്ഷ്യ എന്ന പ്ലാനിലേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മിനിമം ടേം 13 വർഷം തൊട്ട് LIC 25 വർഷം വരെ ഈ പോളിസിയുടെ ടേം നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ 25 ലക്ഷത്തിന്റെ ഒരു എക്സാമ്പിൾ, 25 ലക്ഷത്തിന്റെ ഒരു പോളിസി എടുത്തു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും അബദ്ധവശാൽ പറ്റിപ്പോയി കഴിഞ്ഞാൽ മക്കൾക്ക്, നോമിനിക്ക് LIC എല്ലാ വർഷവും 2.5 ലക്ഷം രൂപ എല്ലാ വർഷവും 21 വർഷം വരെ LIC കൊടുക്കുന്നതാണ്, എന്തെങ്കിലും അബദ്ധവശാൽ പറ്റിപ്പോയി കഴിഞ്ഞാൽ. അതുകൂടാണ്ട് 21 വർഷം കഴിയുമ്പം 25 ലക്ഷം പ്ലസ് അതിന്റെ 10% അതോടൊപ്പം തന്നെ വന്നേക്കുന്ന അന്നേരത്തെ ബോണസോട് കൂട്ടിയുള്ള എമൗണ്ട് LIC തിരിച്ചു കൊടുക്കും. അപ്പൊ 25 ലക്ഷം പ്ലസ് വന്നേക്കുന്ന ബോണസ് എമൗണ്ടോട് കൂട്ടി ഏകദേശം 30 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് മച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് LIC കൊടുക്കും. പിന്നെ ടേം റൈഡർ ഈ പോളിസിക്കകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഏജന്റിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ടേം റൈഡർ നിസാര പ്രീമിയം അടച്ചുകൊണ്ട് ഈ ജീവൻ ലക്ഷ്യ പറഞ്ഞ പ്ലാനിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ടൈം റൈഡർ ആഡ് ചെയ്തിട്ടുണ്ട്, ഈ പോളിസി ഇൻഷുറൻസ് പോളിസി എടുത്തു, അദ്ദേഹത്തിന് എന്തെങ്കിലും നാളെ മരണം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ LIC അപ്പൊ തന്നെ സ്പോട്ടിനെ 25 ലക്ഷം കൊടുക്കുന്നുണ്ട്. ടൈം റൈഡർ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ 25 ലക്ഷം കൊടുക്കില്ല. പഴയതുപോലെ എല്ലാ വർഷവും 2.5 ലക്ഷം വെച്ചിട്ട് എല്ലാ വർഷവും 21 വർഷം വരെ കൊടുക്കുകയുള്ളൂ, 21 വർഷം വരെ. പിന്നെ ഇതിനകത്ത് 21 വർഷത്തെ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്താൽ 18 വർഷം മാത്രമേ പ്രീമിയം അടച്ചാൽ മതിയാവും. പിന്നെ 3 വർഷമെന്ന് നിങ്ങൾ ചോദിക്കാം. 3 വർഷം ഫ്രീ ആയിട്ട് LIC ഇതിനകത്ത് ബോണസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടൊരു അപകടം മൂലം പൂർണ്ണമായിട്ട് വരുന്ന ഡിസബിലിറ്റി, പണിയെടുക്കാൻ മേലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് 10 വർഷത്തേക്ക് LIC എല്ലാ മാസവും 20,000 വെച്ചിട്ട്, അപകടം പൂർണ്ണമായിട്ട് വരുന്ന ഡിസബിലിറ്റിക്ക് 20,000 വെച്ചിട്ട് LIC എല്ലാ വർഷവും നമ്മൾ തിരിച്ച് പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്നുണ്ട്, 20,000 വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ പോളിസിയിൽ പ്രീമിയം എങ്ങനെ അടയ്ക്കേണ്ടതെന്ന് പറയാം. പ്രീമിയം എങ്ങനെ വേണമെങ്കിലും പ്രീമിയം അടയ്ക്കാം. മന്ത്ലി വേണമെങ്കിൽ അടയ്ക്കാം, ഹാഫ് ഇയർലി വേണമെങ്കിൽ അടയ്ക്കാം, ക്വാർട്ടർലി വേണമെങ്കിൽ അടയ്ക്കാം, നാച്ച് ആയിട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇൻഷുറൻസ് പോളിസിയുടെ ജീവൻ ലക്ഷ്യ പ്ലാനിന്റെ പ്രീമിയം താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രീമിയം അടയ്ക്കാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പോളിസിക്കകത്ത് നമുക്ക് പിന്നീട് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ KSFE പോലത്തെ പ്രസ്ഥാനങ്ങൾക്ക് ഇത് ഈടായിട്ട് വേണമെങ്കിൽ അത് ഈട് കൊടുക്കാനും നമുക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ഈട് കൊടുക്കാനും നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ 3 വർഷമൊക്കെ വേണമായിരുന്നു ലൈഫ് ഇൻഷുറൻസ് പോളിസി പെയ്ഡപ്പ് ആകാനും സറണ്ടർ വാല്യൂ കിട്ടാനും പ്രീമിയം എമൗണ്ട് തിരിച്ചു കിട്ടാനൊക്കെ ആയിട്ട്. ഇപ്പൊ പുതിയ റൂൾസ് അനുസരിച്ച് 1/10/2024 തൊട്ട് 1 വർഷം പ്രീമിയം അടച്ചാലും ഇതിന് ലോൺ വാല്യൂ വരുന്നുണ്ട്, സറണ്ടർ വാല്യൂ വരുന്നുണ്ട്, പെയ്ഡ് വാല്യൂ, ഇതെല്ലാം ഈ ഇൻഷുറൻസ് പോളിസിക്കകത്ത് നമുക്ക് വരുന്നുണ്ട്. വേറെ അഡീഷണൽ ആയിട്ട് കാര്യം എന്ന് വെച്ചാൽ, ഈ പോളിസി മച്യൂരിറ്റി എമൗണ്ട് വേണമെങ്കിൽ പോളിസി ഹോൾഡർക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണമെങ്കിൽ മേടിക്കാം, ഒരുമിച്ച് വേണ്ട. അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണമെങ്കിൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. അതുകൂടാണ്ട് ഈ എമൗണ്ട് മച്യൂരിറ്റി ആകുന്ന സമയത്ത് കുട്ടികൾക്ക് വേറെ പൈസ ഉണ്ടായിരുന്നു, മച്യൂരിറ്റി എമൗണ്ട് എനിക്ക് ഒരുമിച്ച് വേണ്ട, അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരണമെന്ന് പറഞ്ഞ LIC ഇൻസ്റ്റാൾമെന്റ് തരും. മന്ത്ലി പെൻഷൻ വേണമെന്ന് വെച്ചാൽ നമുക്ക് മന്ത്ലി ഈ പ്ലാൻ വേണമെങ്കിൽ പെൻഷൻ തീരുന്ന സമയത്ത് പെൻഷൻ പ്ലാനിലേക്ക് വേണേൽ മാറ്റിയിട്ട് മന്ത്ലി പെൻഷൻ ആയിട്ട് വേണമെങ്കിൽ മേടിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പൊ ഈ ബെനിഫിറ്റുകളെല്ലാം ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കുള്ള ഈ ജീവൻ ലക്ഷ്യ എന്ന് പറഞ്ഞ സൂപ്പർ പ്ലാനിനകത്ത് ഇതിനകത്തുണ്ട്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. അദ്ദേഹം ഒരു 30 വയസ്സുള്ള ഒരാളാണ്,
ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ ചേരുന്നെങ്കിൽ ഏജ് 30 വയസ്സ്, പ്ലാൻ നമ്പർ 733 എന്നാണ് ജീവൻ രക്ഷയുടെ പ്ലാൻ നമ്പർ. ഇത് ഞാൻ ടേം എടുത്തേക്കുന്നത് 21 വർഷത്തെ ഒരു ടേമിലേക്കാണ്. 25 ലക്ഷത്തിന്റെ ഒരു പോളിസിയാണ് ഞാൻ ടേം എടുത്തേക്കുന്നത്. അതിന് പ്രീമിയം വരുന്നത് 18 വർഷം വരെ പ്രീമിയം അടച്ചാൽ മതിയാവും. ഇത് പോളിസി 25 ലക്ഷം. ഒരു വർഷം പ്രീമിയം വരേണ്ട എമൗണ്ട് 1,36,129 രൂപയാണ് ഒരു വർഷം. ഈ ജീവൻ രക്ഷ എന്ന് പറഞ്ഞ പ്ലാൻ 25 ലക്ഷത്തിന്റെ അടുത്താലത്തെ പ്രീമിയം വരുന്നത്. അത് രണ്ടാം വർഷം തൊട്ട് പ്രീമിയം അടയ്ക്കേണ്ട തുക 1,36 വരുന്നില്ല, 1,33,198 അടച്ചാൽ മതിയാവും. പിന്നെ ഇത് മന്ത്ലി ആണ് പ്രീമിയം. നമ്മൾ എല്ലാ മാസമാണ് പ്രീമിയം അടയ്ക്കേണ്ടതെങ്കിൽ ഒരു മാസം 11,593 ഒരു മാസം അടച്ചാൽ മതിയാകും. അത് അടുത്ത വർഷം എല്ലാ മാസം വരുന്നത് 11,344 ആണ് ഇതിനകത്ത് പ്രീമിയം വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ടോട്ടൽ പ്രീമിയം വരുന്നത് 24,495 രൂപയാണ്. അദ്ദേഹം മൊത്തം അടച്ചു തീരുന്ന പ്രീമിയം 24,495 ആണ്. അദ്ദേഹത്തിന് മച്യൂരിറ്റി ആയിട്ട് LIC കോർപ്പറേഷൻ തിരിച്ചു കൊടുക്കുന്ന തുക 51,65,000 രൂപ നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി ഡിസബിലിറ്റി ബെനിഫിറ്റിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ആക്സിഡന്റോ ഡിസബിലിറ്റി എല്ലാം വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.